കോമഡി ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നു പറയുന്നത്. നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള കാര്യമാണ് കേട്ടോ. കോമഡി പറഞ്ഞ് ചിരിപ്പിക്കുക ഇല്ലെങ്കിൽ ഇഷ്ടം ഇനി സമ്പാദിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ഇത് അറിഞ്ഞ സ്ഥിതിക്ക് ഇനി മുതൽ കോമഡി പറഞ്ഞോണ്ടിരിക്കാം. ഇടയ്ക്കിടയ്ക്ക് കോമഡി. ശോഭേ ഇന്ന് വന്നേ, ഞാനൊരു കോമഡി പറയട്ടെ എന്ന് പറയുന്നു. പിന്നെ വേറെന്താണ്? വേറെ ഒന്നുമില്ല. എനിക്ക് പിന്നെയും കുറച്ച് ദേഷ്യം വരും. ഇതുവാട്ടിന് അങ്ങനെ ദേഷ്യമൊന്നും വരൂല. വരാത്തതാണോ അതെ മാനേജ് ചെയ്യുന്നതാണോ? അതറിയില്ല, പക്ഷെ വരുന്നത് ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ഇപ്പൊ പറയണ്ട, പറഞ്ഞു തീരട്ടെ. വരുന്നത് കണ്ടിട്ടില്ല അവള്. ഞാൻ കണ്ടിട്ടില്ല. പിന്നെയും ഞാൻ അങ്ങോട്ട് കളമ്പോ ഒരിക്കലും ദേഷ്യം വന്നിട്ടില്ലേ? ദേഷ്യം ഞാൻ എന്റെ പണി ബസ്സിൽ ഡ്രൈവറാ. എന്റെ ബസ് സ്റ്റാൻഡിലും പോയി ചോദിച്ചാൽ ചിലപ്പോ എന്നെ അറിയായിരിക്കും. പക്ഷെ ബസ്സിലെ ഡ്രൈവർമാർക്ക് അത്യാവശ്യം നമ്മളെ ബസ്സിൽ എല്ലാവരും നല്ല ഫ്രണ്ട്സ്, നമ്മൾ ഭയങ്കര ഫ്രണ്ട്സാ. പക്ഷെ നമ്മൾ ആ സമയത്ത് സമയം എടുത്ത് അടിയിട്ട് ഭയങ്കര ചൊറയും. അത് എല്ലായിടത്തും ഉണ്ടാവും. ബസ് അതൊരു സ്നേഹമാണ്, അതൊരു അപ്പുറം ഇപ്പുറം എല്ലാം ഉണ്ട്. ഭയങ്കര സമയം തെറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ അല്ല, അത് കഴിഞ്ഞിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മളെല്ലാം ഒരുമിച്ചിട്ട് ബസ്സിൽ ഇരുന്ന് കിടന്നിട്ടുണ്ടോ, മടിയിൽ വെച്ച് കിടന്നിട്ടുണ്ടോ, അത് വേറെ കാര്യം. പക്ഷെ അന്നേരം സമയത്ത് നമ്മൾ ദേഷ്യപ്പെടുന്നതിലും കണ്ടിട്ടില്ല. ഞാൻ പറയട്ടെ, നിങ്ങൾ സമയം തെറ്റിക്കുന്ന കാര്യത്തിൽ എവിടെ നിങ്ങൾ കണ്ടുമുട്ടിയിട്ടുണ്ടെങ്കിൽ കീരിയും പാമ്പുമായിട്ടാണ്. യുദ്ധം എന്ന് വെച്ചാൽ യുദ്ധം തന്നെ. ഞങ്ങൾ വിചാരിക്കും ഇപ്പൊ അടി പൊട്ടുമെന്ന് വിചാരിക്കും. അങ്ങനത്തെ രീതിയിലുള്ള യുദ്ധമാണ്. അതെ, സത്യം. പക്ഷെ ആ ആൾ എങ്ങനെ വീട്ടിൽ വന്ന് ഇത്രയും സ്നേഹത്തോടെ അഭിനയിക്കണത്? അതെ, പക്ഷെ അത് അവരാ എല്ലാരും കേട്ടാ. ബസ് പണി എന്ന് പറഞ്ഞാൽ തന്നെ അതിപ്പോ പറഞ്ഞാൽ തീരുല്ല. അതുകൊണ്ട് പറയാം, അതൊരു വേറൊരു വൈബാണ്. അതിലെല്ലാം ഉണ്ട്. അല്ല, ഞാനത് ആ ഒരു സ്ഥലം കാണിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. മനസ്സിലായി. നമുക്ക് ദേഷ്യം വന്നാലും തോന്നാണ്ട് വെച്ചാൽ അങ്ങനെ ദേഷ്യം വരലില്ല, അതിലൊന്നും എടുക്കില്ല. പക്ഷെ എന്നാലും നമുക്ക് ദേഷ്യം വന്നാലും നമ്മളിങ്ങനെ ആദ്യം എനിക്ക് അങ്ങനെ തോന്നലുണ്ട്. ഞാൻ പിന്നെ ഈ നല്ലോണം ബുക്കുകൾ വായിക്കലുണ്ട്. അങ്ങനെ ബുക്കുകൾ വായിച്ച് എനിക്ക് കാര്യം മനസ്സിലായി വെച്ചാൽ നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ മനസ്സൊന്നും അറിഞ്ഞാൽ തീരുന്ന പ്രശ്നമേ അടിയുള്ളൂ. അപ്പോൾ ഞാൻ ഇങ്ങനെ ദേഷ്യപ്പെടുമ്പോൾ ഞാൻ ഓൾറെഡി ഇങ്ങനെ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി ആളാ. നമ്മൾ ആടെയാണെങ്കിൽ എന്താ പറയുക, അപ്പോൾ ഞാൻ അധിക സംഭവം എന്താ ചെയ്യുന്നത് വെച്ചാൽ അത് ചെറിയ സംഭവമാണ്. ദേഷ്യം വരുമ്പോൾ ആരടുത്തെങ്കിലും അവർ ദേഷ്യം എന്തായാലും ഞാൻ ഒന്നും മിണ്ടൂല. തന്നെ അവിടെ നിന്ന് ഒന്നും പറയില്ല, പിന്നെയും പറയില്ല. ആ വിഷയം അവിടെ മിണ്ടാതിരിക്കും. എനിക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഞാൻ ആ വിഷയം പിന്നെ സംസാരിക്കില്ല. എന്നുവെച്ചാൽ അത് നമുക്ക് ഭയങ്കര പണിയാണ് അത് ആക്കിയെടുക്കാൻ. പക്ഷെ അത് എടുത്തു കഴിഞ്ഞാൽ ഇല്ലേ സൂപ്പറാ. അധികം എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടാളും കൂടി വർത്തമാനം പറയുമ്പോഴേക്കും വിഷയമാവാം. പക്ഷെ നമ്മൾ ഒരാൾ സൈലന്റ് ആയില്ലേ, ആ വിഷയം അവിടെ തീരും. അത് എന്ത് വലുതാണെങ്കിലും നമ്മൾ പിന്നെ ഒന്നും മൈൻഡ് ആക്കണ്ട. പറഞ്ഞ കേട്ടോ, അതിന്റെ അർത്ഥം മനസ്സിലായ സഹിക്കുകയാണെന്നാണ്. അല്ല, അത് അല്ല, ഇവളെന്താന്ന് വെച്ചാല് ഞാൻ രാവിലെ മുതൽ വൈകിട്ട് വീട്ടിലേക്ക് പോകും. അതായത് ഞാൻ 6 മാസം പണിയില്ലാണ്ട് വീട്ടിൽ നിന്നിരിക്കും. എന്നിട്ട് ഞാൻ വൈകിട്ട് ഒന്ന് പീടിയിലേക്ക് പോകും. അതായത് സാധനം മേടിക്കാൻ പോയി 10 മിനിറ്റ് കഴിഞ്ഞായിരിക്കും വിളിക്കും. ഒരു 10 മിനിറ്റ് കിട്ടിയെങ്കിൽ വീട്ടിലൊന്നുകൂടെ 6 മാസമായി പുള്ളി വീട്ടിൽ കിടന്നിട്ട്. എന്നിട്ട് പോയതിനും പറയും, എന്നാലും ഒരു 5 മിനിറ്റ് കിട്ടുമ്പോൾ നിങ്ങൾ ഇടിയുന്നോട്ട് നിങ്ങൾക്ക് ഇരിക്കണം. അത് ഇവരെല്ലാരും സുഖമാണെന്ന് എനിക്കറിയില്ല. അതിനാണ് മെയിൻ അടിയല്ലേ. സിനിമക്ക് പോകാനുണ്ടെങ്കിൽ പിന്നെ മറ്റു പലതിനും ആൾക്കാർ ചോദിക്കുക. ഞാൻ സിനിമക്ക് ഇങ്ങനെ രാവിലെ ഇങ്ങനെ ഒരു സിനിമ പുതിയ പടം ഇറങ്ങിയിട്ടുണ്ട്, കിട്ടില്ല പടാവില്ല, നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് സിനിമ. അപ്പോൾ അത് നമ്മളെപ്പോൾ ഇങ്ങനെ ഇതാവും. ഇവളും വരുത്തുണ്ട്, എന്നാലും ഇവർക്ക് വരാൻ സാഹചര്യത്തിലോ ഒക്കെ എല്ലാ പടം അങ്ങനെ പിടിക്കും. അപ്പോൾ വരാണ്ടിരിക്കുമ്പോൾ പറയും രാവിലെ ഇവർക്ക് തിരിയും. സിനിമക്കൊന്നും ഇന്ന് ഇടുന്ന ആരും പോകുന്നില്ല. അതിങ്ങനെ പോയേക്കില്ല, നമ്മളിലൂടെ ഇരിക്കുമ്പോൾ അങ്ങനെ ഒരാൾ പോകും. അത് അനക്ക് തിരിയും, ഇത് പണിയാന്ന്. അപ്പൊ ഞാൻ പറയും, ഞാൻ ഈ സിനിമ കാണുന്നത് എല്ലാവരും വിചാരിക്കും സിനിമ കാണാൻ വേണ്ടി പോകുന്നതാണ്. പക്ഷെ ഞാൻ സിനിമ കാണാൻ പോകുന്നതല്ല, നിലവിൽ ഞാൻ പഠിക്കാൻ പോകുന്നതാണ്. എനിക്കൊരു സ്വപ്നമുണ്ട്, ഞാനൊരു സിനിമാ സംബന്ധം എൻ്റെ പേരിങ്ങനെ എഴുതി തരും, പേടിക്കും. അതിനുവേണ്ടി പഠിക്കാൻ പോകുന്നതാണ് ഞാൻ. എന്നിട്ടുള്ളൊരു നിങ്ങളങ്ങനെ അങ്ങനെ പോയാൽ നിങ്ങളെ കിട്ടൂല, നിങ്ങൾ അങ്ങ് പോവും. അതുകൊണ്ട് ഒരു കാര്യം നിങ്ങൾ ഈ സിനിമക്ക് കൊണ്ടാ ആക്കിരിയാക്കും, എന്തെങ്കിലും നടക്കും. പക്ഷെ ലാസ്റ്റ് ഞങ്ങൾക്ക് കുറച്ച് സെന്റിമെന്റ്സ് ആവും. ഞാൻ പറയും എല്ലാവരും വന്നിനെ, എല്ലാവരും അവിടെ നിൽക്കുന്നുണ്ടാവും, സാർ അവരോട് വിളിച്ചു പറയാം, വരുന്നില്ല പറയാന്ന് പറയുമ്പോൾ എന്നോട് എൻ്റെ 9:30 സിനിമ ചെയ്യുന്ന സമയത്ത് വിളിക്കുക, ഓർത്തു സിനിമ കണ്ടിരുന്നെങ്കിൽ ദേഷ്യമായിട്ട് പിന്നെ രാവിലെ അത്രയുള്ളൂ. ചെറിയ ഇതുള്ളൂ കേട്ടോ, അടിപൊളിയാണ്. പക്ഷെ നമ്മളൊരാളെപ്പോൾ ശാസിക്കാനും ഇങ്ങനെ നമ്മളെ ഇത് പറയുന്നത് ഭയങ്കര രസമുള്ള സംഭവമാണ്. അതെല്ലാം അത് ഭയങ്കര സംഭവമാണ്. അത് നമ്മൾ അത് ഇവിടെ അങ്ങനെ പറയാണ്ട് തരുന്നെങ്കിലേ നമുക്കത് അത്രമേൽ സുഖം ഉണ്ടാവില്ല. നമ്മൾ സിനിമക്ക് പോകുന്ന ഭാര്യനെ ശ്രദ്ധിക്കണം. ഞാൻ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ഭാര്യനെ കൂട്ടാണ്ട് സിനിമക്ക് പോകുന്ന ഭർത്താവിൻ്റെത്, സുഹൃത്തുക്കളൊപ്പം പോകുന്ന ഭർത്താവിൻ്റെത്. അതിലെല്ലാം ഉള്ള ക്ലൈമാക്സെല്ലാം ഞാൻ എന്താ പറയുക, നമ്മൾ മനസ്സിലിങ്ങനെ ഓരോന്ന് ആലോചിച്ച് അതിൻ്റെ ക്ലൈമാക്സെല്ലാം ആൾക്കാർക്ക് ഇഷ്ടപ്പെടലും ഉണ്ടെന്ന് അറിയുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ഇതെല്ലാം ലൈഫിൽ ഉണ്ടാകുന്ന നിമിഷങ്ങളിൽ നിന്ന് എടുക്കുന്ന കഥകളാണ്. ഈ ഓട്ടോറിക്ഷക്കാരനെ സ്നേഹിച്ച ടീച്ചർ എന്ന് പറയുന്നത് ലൈഫിൽ നിന്ന് എടുത്തതല്ല. ഈ രജനീഷ് ചോദ്യം ചോദിച്ചില്ലേ, ഈ രജനീഷ് ഇന്റർവ്യൂ ആരും പറഞ്ഞതെന്ന് വെച്ചാല് ഇവരെല്ലാരും ചോദിക്കുന്നതല്ല ചോദിക്കുക. ഞാൻ വീട് പറഞ്ഞു എന്തോ ഒന്ന് സ്പെഷ്യൽ ചോദിക്കും. നമ്മളെ ഈ ചാനലിന്റെ ഇതോ അതൊന്നല്ല ഓര് ചോദിക്കുക, ഓർ മറ്റു പലതും ചോദിക്കുക. എന്നിട്ട് നമ്മളെ പറ്റി വിഷയങ്ങൾ പഠിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മളെ വിഷയങ്ങൾ അങ്ങനെ പഠിച്ച്
അതൊരു വ്യത്യസ്തമായിട്ടുള്ള സംഭവമായിരിക്കും. അതുപോലെയാണ് ചോദിക്കുന്നത് കേട്ടോ. അല്ല അതെന്താ സംഭവം എന്ന് വെച്ചാല് ചോദിക്കാത്തത് കഥ ഓളെന്നെ പറഞ്ഞത് ഒരു ആൽബം എടുക്കാൻ വേണ്ടിയിട്ടാണ് സുഹൃത്ത് പറഞ്ഞത്. അന്ന് ആദ്യം തുടങ്ങിയ നമ്മളെ കൂട്ടാനല്ലേ ജിതി, അവനൊരു ആൽബം എഴുതി. നമ്മൾ കുറെ ചങ്ങായി പറഞ്ഞിട്ട് ഒരുപാട് ആളുണ്ട്, ആരെയും വിട്ടോന്നാണ്ട് ഞാൻ വേണ്ടി എല്ലാവരും ചേട്ടാ ഇവൻ എന്ത് പറഞ്ഞു ചേട്ടാ ഇതൊന്നും ചെയ്തത്, ഞാൻ അടിപൊളി നമ്മളെ സപ്പോർട്ട് ചെയ്യണ്ടേ, അതൊന്നും പൊളിക്കാൻ പറഞ്ഞു. അങ്ങനെ ഇയാൾ പാടിച്ച് എല്ലാം എടുത്ത് വന്ന് പെട്ടെന്ന് പറയാം എടുത്ത് വന്നിട്ട് ഇവൻ പറഞ്ഞു ഞാൻ പറയടാ ഈ ആൽബം എന്ന് പറയുമ്പോൾ നല്ല സൗന്ദര്യമുള്ള അങ്ങനെ അധികം സൗന്ദര്യത്തിന് അങ്ങനെ ഇല്ല, എന്നാലും ഞാൻ പറയാം അതിലെടുക്കുന്ന നല്ല അടിപൊളി ഒരു ചെക്കൻ പെണ്ണിലാക്കി എടുക്കണം ഈ പാട്ട് അടിപൊളി ഇരിക്കുന്നു. അപ്പോൾ ഓനും പറഞ്ഞു അത് അടിപൊളി ഇരിക്കുന്നു പറഞ്ഞു. അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് ഒരു ഷോർട്സ് ഇവൻ എൻ്റെ വീട്ടിലേക്ക് എന്നെ കാണാൻ വരുമെന്ന് ഞാൻ കാക്കിയിലിട്ടിട്ട് ഒരു ലവ് ഒരു പ്രണയത്തിൻ്റെ ഒരു സാധനം എടുക്കാൻ പോകുന്നു. ഇവള് സാരിയിൽ എടുത്തിട്ടുള്ള. അപ്പോൾ ഇവൻ കണ്ടിട്ട് ഇത് നടക്കൂല കേട്ടോ, നമ്മളെ പരിപാടി നടക്കൂല, നമ്മളെ മറ്റേ പരിപാടിയെല്ലാം സ്റ്റോപ്പ് ആക്കി നിങ്ങൾ ആലോചിച്ച് നോക്കുന്ന വേണ്ടി പോയി. അപ്പം ഞാൻ ഇവളുടെ അടുത്ത് പറഞ്ഞ് ഇതോനെ ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു, നമുക്ക് ഇതൊന്ന് വെച്ചിട്ട് ഒരു കഥ പ്ലാനാക്കി തരാം. ഞാൻ അപ്പോൾ ഞാൻ നിന്നപ്പോൾ ഒരു കഥ പറഞ്ഞെടുത്ത് കൈമന്നം കിട്ടിയാണ് ഒരു എൻ്റെ ക്ലൈമാക്സിലൊരു സംഭവമായിട്ട്. അപ്പോൾ അത് പിന്നെ അവള് പറഞ്ഞു വെച്ചിട്ട് അത് സൂപ്പർ ആയിരിക്കും, നിങ്ങൾ കാക്കിയിൽ വരുമ്പോൾ പ്രത്യേക ഒരു റൊമാൻറ്റിക് സംഭവമാണ്, ഇത് ഭയങ്കര ഇഷ്ടങ്ങളെ കാക്കിക്കാണേ. നമ്മൾ നിന്നെ സാരി കാണാൻ എനിക്ക് നമ്മളെ സ്വയം നോക്കുന്ന സംഭവം അവിടെ ആക്കണല്ലോ, സാരി കാണാൻ നിന്നെ എനിക്ക് ഭയങ്കര ഇതാണ്. അതുകൊണ്ട് നമ്മൾ അവൻ്റെ വർക്കൗട്ട് അറിയിച്ചു. ഇപ്പോൾ ജിതിയോട് പറയാം. അപ്പോൾ ജിതി പറഞ്ഞ് നിങ്ങൾ എങ്ങനെ ഇങ്ങോട്ട് പറയാന്ന് വെച്ച് കാത്തിക്കലായിരുന്നു, ഞാൻ അതിന് വെയിറ്റ് ചെയ്യലാന്ന് എൻ്റെ മനസ്സിൽ നിങ്ങളാന്ന്. അപ്പം ഞാൻ പറയാം നമ്മളിത് നമ്മളെ അത്ര വലിയ നമ്മളെക്കാരനെ നമ്മളെ അറിയാം ഭയങ്കര സൗന്ദര്യമുള്ള എല്ലാം ആൽബത്തിൽ കാണല് നിങ്ങളാണ് നമ്മളെ മെയിൻ ആള് എന്നിട്ട്. അപ്പം ഞാൻ എന്താക്കി വെച്ചാൽ ഈ സൗന്ദര്യം വെച്ച് നമുക്ക് വർക്കാൻ കഴിയാത്തതുകൊണ്ട് കഥ വെച്ച് ഞാൻ വർക്കാക്കി. ആ കഥ ഞാൻ എഴുതിയിട്ട് അത് മാറ്റി ഓട്ടോക്കാരനായി അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ അവൻ പാട്ട് പാടി കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞൊരു വർത്താനുണ്ട്, അതെനിക്ക് ഭയങ്കരമായിട്ട്. അവൻ പറഞ്ഞ് പാട്ട് കാണുന്നില്ല ചോട്ടാ, എൻ്റെ അടുത്ത് ഇപ്പോൾ പാട്ടില്ലാണ്ടായി പോയി. ആ കഥ വിഷ്വൽ ഇങ്ങനെ കാണുമ്പോൾ പാട്ട് കേൾക്കുന്നില്ല ചോട്ടാ, കുറച്ച് താത്തി പിടിക്കാൻ പറ്റുമോ വീഡിയോ അവൻ ആക്കിയതാണ് ഞാൻ വിചാരിച്ചത്, എനിക്ക് അങ്ങനെ തന്നെ തോന്നിയത്. പക്ഷെങ്കിൽ സ്റ്റോറിയാണ് അതിനകത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടില്ല വീഡിയോ? പിന്നെ എൻഡില് വന്നിട്ട് അവള് കുറിപ്പ് കൊണ്ടുവരുമ്പോ ഞങ്ങൾ കുറിപ്പ് എന്താണെന്ന് വായിക്കാൻ വേണ്ടി കാത്തിരുന്നു. നമ്മള് ഒന്നും ഒരു തരത്തിൽ യോജിക്കുന്നില്ല. ഇത് വർക്കൗട്ട് ആകുന്നില്ല. ഇത് പറഞ്ഞു ഞാനിങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ പല്ലം കാണിച്ചുകൊണ്ട് പോകുന്നു, നിങ്ങളാണെങ്കിലും യോജിക്കും കൊണ്ടില്ല. വീഡിയോ എടുത്തു കഴിഞ്ഞ് നോക്കുമ്പോ ഇത് എൻ്റെ നോക്കി ചേട്ടാ. ഞാൻ പറഞ്ഞു ഇനി വേറെ വഴിയില്ല, ഇത് എടുത്തുമില്ല. ആ വീഡിയോ നമ്മള് 1.5 മണിക്കൂർ കൊണ്ടാണ് ഷൂട്ട് ചെയ്തത്. പറഞ്ഞാൽ വിശ്വസിക്കൂല. ചിലപ്പോൾ അങ്ങനെ 1.5 മണിക്കൂർ വെച്ചിട്ടാണ് ഞാൻ അവനും കൂടി നമ്മുടെ സുഹൃത്തുക്കളും വെച്ചിട്ട് ഒറ്റയടിക്കാതെ തീർത്തു. അപ്പം തന്നെ എടുത്ത് എഡിറ്റ് അവന് അയച്ചു കൊടുത്തു സ്പോട്ടിൽ ഒരു 1/2 മണിക്കൂറുണ്ട്. അപ്പം തന്നെ അവൻ ഞാൻ ഭയങ്കര ഇഷ്ടപ്പെട്ടാണ്. അന്നേരം അവൻ പറഞ്ഞത് നിങ്ങൾക്ക് വീഡിയോ മാറ്റി കുറച്ച് താത്തിട്ട് ചെയ്താലോ, നിങ്ങൾ സാധാരണ കുപ്പായിലിട്ടിട്ടു പാട്ടെന്നെ കാണുന്നില്ല, പക്ഷെ അത് നല്ല രസമുള്ള പാട്ട് വന്നാട്ടെ അവൻ്റെ അടിപൊളി എഴുത്താണ്, നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കിയ ഒരു സാധനത്തിനെ പറ്റി ആരും ഒരാൾ പറയുമ്പോഴേ നമ്മൾ അതിന് വേണ്ടിയിട്ട് എടുത്ത ആ പണിയില്ലേ, ഒരു കഥ എഴുതാനാണെങ്കിലും അത് ഉണ്ടാക്കാനാണെങ്കിൽ ഒരു മോൾഡ് ചെയ്ത് ഇങ്ങനെ വന്ന് ഓട്ടോഷോ വെച്ച് ഇങ്ങനെ വന്ന് ആ ഒരു ഫീലിങ്സ് ആളെ വരുത്തണ്ടേ. അതിനുവേണ്ടി നമ്മളെടുത്ത പെയിന് നമുക്കത് ഒരാൾ പറയുമ്പോൾ ആ പെയിനിലൊരു റിലീഫ്, സമാധാനം, സന്തോഷം. പക്ഷെ അപ്പോഴും എനിക്ക് കുട്ടൻസും സ്നേഹവും മനസ്സിലായി. ഈ തിരിച്ചു പറഞ്ഞതുപോലെ തിരിച്ചു പറയുമോ 5 വാചകം ഭാര്യയെ കുറിച്ച്? കവി ഞാൻ നേരത്തെ ഇന്റർവ്യൂ പറഞ്ഞ പോലെ തന്നെ നമ്മളെ വീട്ടിൽ കയറി വന്നേ മഹാലക്ഷ്മി. അല്ല കവി എന്ന് പറഞ്ഞാല് പുള്ളിക്കാരി ഭയങ്കര, ഞാൻ അങ്ങനെ അവളെ എത്തി പറയുന്നില്ല, നമ്മളെ പ്രത്യേക നമ്മളെ വീട്ടിൽ ചേച്ചിമാരോട് ചോദിച്ചാലും എൻ്റെ അമ്മയോട് ചോദിച്ചാലും എല്ലാവർക്കും കവിനെ പറ്റിയിട്ട് ഒരേ അഭിപ്രായം, ഞാൻ പറയുന്ന അഭിപ്രായം തന്നെയൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. അത് കവി ഓൾറെഡി പിന്നെ ഈ സ്പോർട്സ് ഐറ്റംസ് എല്ലാം ഭയങ്കര ഇതാണ്. അവൾക്ക് ഡാൻസ് കളിക്കാൻ അറിയാം, അവള് നല്ല ഹാർഡ് വർക്കാണ്, അവള് എന്താ പറയുക ഭയങ്കര സെന്റിമെന്റ്സ് ഭയങ്കര, ഈ റൊമാൻസ് ഭയങ്കര, അവള് ഭയങ്കര സംഭവമാണ്. അത് അവള് ഇരുത്തിരുള്ളിലേക്ക് ഞാൻ പറയാല്ല, എൻ്റെ അമ്മയും പറയും അല്ലെ എൻ്റെ ചേച്ചിമാരും പറയും തന്നെ. ചിരി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ചിരി അല്ല, എനിക്ക് ആദ്യം ഇവള് ചിരിക്കുന്നുണ്ടായിട്ടില്ല. ഞാൻ പെണ്ണാൻ പോയ സമയത്ത് ഇവള് ചിരിച്ചത് കവിന്ന് കാണിച്ചു കൊടുക്കുക അവള് ഇങ്ങനെയാണ് എങ്ങനെ ചിരിച്ചത് ആദ്യം അങ്ങനെ ഇങ്ങനെ തന്നെ. അപ്പൊ ഞാന് അല്ല അതിപ്പോ അത് രണ്ടാമത്തെ കുട്ടിയായി. അപ്പൊ നമ്മള് അല്ല അവളിങ്ങനെ നമ്മൾ പിടിച്ചോണ്ടായി. അപ്പൊ ഞാൻ അവളുടെ അടുത്ത് പറയുന്നുണ്ടായി നമുക്കൊരു ആദ്യം ഒന്നും ഇവർക്ക് തിരിഞ്ഞിട്ടില്ല. അത് ഞാൻ പറയുന്നത്, ഞാൻ ചില ഇങ്ങനെ പറയും, ഞാൻ ഫസ്റ്റിൽ തന്നെ അവളോട് ഭയങ്കര ഇതായിരുന്നു, കൺഷനായി. കുറേ ഒരു വർഷം കഴിഞ്ഞിനി ഭയങ്കര ഇതായി. അപ്പോൾ അവളോട് പറഞ്ഞു നീ ചിരിക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം, നിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട നിന്റെ പല്ലാന്ന് എനിക്ക്. അപ്പോൾ അത് കെട്ടിക്കണം എന്നെ ഒരുപാട് പേര് നമ്മളെ ചാനലിൽ
ഇപ്പൊ അങ്ങനെയും പറയലുണ്ട്, അത് ചെയ്യരുതേ എന്ന് പറയുന്നുണ്ട്. നെഗറ്റീവ് കമന്റ്സും ഉണ്ട്, എന്താ ഇത് ചെയ്യാത്തേന്ന് പറയും. അത് അവളെ പേഴ്സണൽ ഇതാണ്, അതെ. അത് നമുക്ക് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. 2 പല്ല് അപ്പുറത്തും ഇപ്പുറത്തും എടുക്കണം, പല്ല് കെട്ടാൻ. അതിപ്പോ എൻ്റെ അടുത്ത് ഇപ്പോൾ ഒരു 2 പല്ലെടുക്കാൻ പറഞ്ഞാൽ, പച്ച പല്ല് എടുക്കാൻ പറയുമ്പോൾ എനിക്ക് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. ഭയങ്കര വേദനാജനകമായിട്ട് സാധനം നമ്മളൊരു പല്ല്. അത് നല്ലതെന്ന് പറയുന്നവരുണ്ട്, മോശമെന്ന് പറയുന്നവരുണ്ട്. പക്ഷെ അവർക്ക് അത് താല്പര്യമില്ല, നമുക്കും അത് ഇഷ്ടമാണ്. അത് ഓരോരോ ആൾക്കാർ, ഇപ്പം എനിക്ക് എന്തെങ്കിലും കുറവുണ്ടാവും, അത് ഓരോരാൾക്കും ഓരോ സൗന്ദര്യമാണ്. അത് മിനിക്കെടുക്കാൻ എനിക്കറിയില്ല, അവരവരുടെ ഇഷ്ടം. നല്ല മനസ്സാന്ന് ഉണ്ടാവാന്നല്ലേ. അപ്പം ഇത് ചിരിയാനോട് ഇങ്ങനെ പറഞ്ഞ് നീ ഇങ്ങനെ നല്ല ചിരിക്കുന്നത്, നീ ഇപ്പം കയ്യിൽ നിന്നും പൊത്തല്ല, ഓപ്പണായി ചിരിക്കുന്നുണ്ട്. അപ്പോൾ കല്യാണത്തിന് വരുന്ന സമയത്ത് ഇവിടെ ഇതേപോലെ ചിരിച്ചേ, ഇങ്ങനെല്ലാം പിടിച്ചിട്ടുണ്ടായി ടവലെല്ലാം വെച്ചിട്ട്. നാട്ടിലത് ഞാൻ പറഞ്ഞത് നമുക്ക് കുറവെല്ലാം ഉണ്ടാവും, എല്ലാവർക്കും പലതരം കുറവ്. നമ്മളത് മനസ്സിലാക്കിയിട്ട് നമ്മൾ കുറച്ച് ഓപ്പൺ ആകുമ്പോൾ നമുക്കത് ഒരു നല്ലതായിട്ട് വരുമോ. നമ്മളിപ്പോൾ എപ്പോൾ ഇങ്ങനെ പിടിച്ചിരുന്നാൽ എപ്പോൾ ഒരാളോട് നമുക്ക് കോൺഫിഡൻസ് സംസാരിക്കാൻ പറ്റില്ല, ഇതെല്ലോ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അവള് പറഞ്ഞ് അവള് ഓരോ സ്ഥലത്ത് ചിരിക്കാൻ തുടങ്ങി. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കമൻറ്റ് വരുന്ന കവിൻ്റെ ചിരി നല്ലതാണെന്ന് കേട്ടോ. ഞാനെന്ത് ഓരോരുത്തർ കമൻറ്റ് വെച്ചെടുത്ത് എനിക്ക് വിചോട്ടെന്ന് ഞാൻ പറഞ്ഞത് ഓരോരാൾക്കും ഓരോ ഇത് അങ്ങനെയാണ്. ഇനിയിപ്പോൾ പല്ല് എല്ലാം ഇല്ലാന്നിരിക്കും, എന്നാലും ചിരി ഒരു വേറെ തന്നെ നിഷ്കളങ്ക, ഏതാളും ചിരിയും. അതേപോലെ എല്ലാവർക്കും പല്ലിന് കുറവുണ്ട്, എൻ്റെ പല്ലിന് ഗ്യാപ്പുണ്ട്, വിടവുണ്ട്, എല്ലാവർക്കും ഓരോ തരത്തിലുണ്ടാവും. പക്ഷെ നമ്മളത് എല്ലാം അങ്ങനെ ഒരു അവസരത്തിൽ നമുക്കത് ഒന്നും ചെയ്യാൻ പറ്റാണെങ്കിൽ നിൽക്കുമ്പോലെ അത് ഓപ്പണായിട്ട് വിടുമ്പോൾ സത്യത്തില്. എന്നാലും നമ്മൾ കുത്തിപ്പോക്കുണ്ട് അവർക്ക്. ഇപ്പൊ അത് നന്നായിട്ട് അത് വന്നിട്ടുണ്ട്, അത് കറക്റ്റായിട്ട് കുറവെല്ലാം നമ്മൾ ആരെയും കുറവാക്കണം. അതിനിപ്പോ എന്തെല്ലോ അത് കുറവൊന്നുമല്ല, അത് കറക്റ്റായിട്ട് നമ്മൾ പ്രസന്റ് ചെയ്യുമ്പോഴാണ്, നമ്മൾ കോൺഫിഡൻസോടുകൂടി കാണിക്കുമ്പോഴാണ് ഇത് വരിക, രസമായിട്ട് വരിക. ഇപ്പം നിങ്ങൾ കറക്റ്റായിട്ട് അത് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ ഋത്തിക്കിന്റെ പല്ലും അതുപോലെ വന്നു. അപ്പൊ ഇവള് എന്റെ മോന്റെ പല്ലും ഇതുപോലെ ഭാഗ്യോ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാ അത്. അപ്പൊ ഇപ്പൊ ഭാവേനെ നോട്ടിങ്ങിനായിട്ട് പറഞ്ഞു എന്റെ പോലെ പല്ല് അവരുടെ സൂപ്പർ. ഈ കുഞ്ഞിന്റെ റിയാക്ഷൻസ് പറയൂ. ഇപ്പൊ അച്ഛനും അമ്മയും മത്സരിക്കുന്നുണ്ടാവും അവന്റെ ചെറിയൊരു നോട്ടം കിട്ടാനും നോക്കാനും ഒക്കെ വേണ്ടിയിട്ട്. അപ്പം അതില് എങ്ങനെയാണ് മത്സരം, എങ്ങനെയാണ് നടക്കുന്നതെന്ന് പറയൂ. ചില സമയത്തല്ലേ ഇങ്ങനെ ചിരി വരുന്നതാണോ? അത് ഈ സമയത്ത് ഒരാൾക്ക് പറയാൻ അല്ലേ? ഏത് കുട്ടികളായാലും ഈ കുട്ടികളെ അമ്മയ്ക്ക് കിട്ടും, ഇവ കിട്ടില്ല. ഇവളെ അധികം ഇങ്ങനെ ഷോൾഡർ ഇടുമ്പോ ചിരി വരുത്ത്, പാൽ കുടിച്ചിട്ട് തട്ടുമ്പോൾ ചിരിക്കുന്നു. അന്നേരം ഇവക്ക് കിട്ടില്ലല്ലേ? ഉറങ്ങുന്ന സമയത്ത് ഓന് ഇങ്ങനെ ചിരിക്കുന്ന കാണാം. അത് നോക്കി ഭയങ്കര രസമല്ലോ, ഭയങ്കര എന്റർടൈൻമെന്റാ. ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉറക്കത്തിലേ കിടന്നിട്ട് ഓരോ പരിപാടികൾ എന്താണെന്ന്, എന്തൊക്കെ സാധനങ്ങളാ, എന്തൊക്കെയാണെന്ന് പറയാൻ വയ്യ. എന്നിട്ട് അത് മാറുന്നു. പിന്നെ വേറെ നമ്മൾ ചില കഥകളൊക്കെ പറയില്ല, അതെ, കരയാനൊക്കെ വരും. എന്നിട്ട് പെട്ടെന്ന് അത് ചിരിക്കും. അത് ഭയങ്കര രസമാണ് കേട്ടോ. ഷൂട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതേപോലെ വേറെ ആർക്കും അഭിനയിക്കാൻ പറ്റില്ല. ഭയങ്കര രസമാണ് ചില റിയാക്ഷൻസ്. ശരിക്കും ഇതെല്ലാം ജന്മന അങ്ങനെ അങ്ങനെ ആയി വരുത്തല്ലേ? അതെ, ഉള്ളില് എന്തൊക്കെ എനിക്കറിയില്ല, അതിന്റെ സയൻസ് എന്താണെന്ന് അറിയില്ല, പക്ഷെ ഭയങ്കര രസമാണ്. നമ്മൾ ചിരിക്കുന്നൊന്നും കുട്ടി ഇപ്പം കാണുന്നില്ലല്ലോ അല്ലേ? അല്ല, നോർമലി ഉള്ള പ്രോസസ്. ദൈവത്തിനോടാ ഇങ്ങനെ ചിരിക്കുന്നെന്ന് പറയുന്ന അതൊരു വിശ്വാസങ്ങൾ അങ്ങനെയുണ്ട്. പക്ഷെ നമുക്ക് നോക്കിയിരിക്കാൻ ഭയങ്കര എന്റർടൈൻമെന്റ്. ഒറ്റയ്ക്കാണെങ്കിലും നമുക്കത് നോക്കിയിരിക്കാൻ പറ്റും. ഭയങ്കര രസമുള്ള പരിപാടിയാണ്. അത് അമ്മമാർക്കാണ് കൂടുതൽ കഴിയുക. ആദ്യത്തെ മോളുണ്ടായ സമയത്ത് ഞാനും കുറെ എന്റർടൈൻ ചെയ്തിട്ടുണ്ട്. അവളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് ജോലി അധികം ഉണ്ടായിരുന്നില്ല, റെഗുലർ ജോലികൾ ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് അവളുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഈ ജോലിയൊന്നും ഇല്ലെങ്കിൽ അതൊരു സംഭവമാണ്. അത് ഭയങ്കര ആ കാലമുണ്ടല്ലോ. ഇപ്പോഴും നമുക്ക് ഇതൊക്കെ ഭയങ്കര റെഗുലർ ആയിട്ടൊക്കെ നടന്നു പോകുന്നുണ്ട്. അമ്മയ്ക്കുള്ള സൈനായി. കുഞ്ഞെണീറ്റ സ്ഥിതിക്ക് നമുക്ക് ഈ പരിപാടി മതിയാക്കാം. നിങ്ങളുടെ ചാനൽ കയറി പോട്ടെ, ഞങ്ങൾ അത് കണ്ട് അന്തം വിടട്ടെ. വളരെ സന്തോഷം. നമ്മൾ ആഗ്രഹിച്ചിരുന്നു. ഞാൻ ഇന്നാളെ വിളിച്ചപ്പോഴേ പറഞ്ഞു നമുക്ക് ഭയങ്കര സന്തോഷം വരുന്നതിൽ. കാരണം നമ്മൾ കുറേ പേര് വന്നു. അപ്പോൾ കുറേ 1-2-3 ആൾക്കാർ കൂടി നമ്മളെ മനസ്സിൽ വരിക ചെയ്യണമെന്നുണ്ട്. സ്വാഭാവികമായിട്ട് ഒന്നുമില്ലെങ്കിൽ നമുക്ക് അവരെ പരിചയപ്പെടലും കൂടിയല്ലേ. നമ്മൾ വിശേഷം ചോദിക്കൽ മാത്രമല്ല, ശരിക്കും നമ്മൾ നിങ്ങളെ മനസ്സിലാക്കുമെന്ന് ഈ സമയത്ത്. നന്നായിട്ട് സന്തോഷം വന്നേരി.